ഇന്നുണ്ടാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ കാബേജ് തോരനാണ്. അതിനായിട്ട് ഒരു 200 ഗ്രാം കാബേജ് സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണിത്. പിന്നെ വേണ്ടത് അരമുറി തേങ്ങ വേണം. പിന്നെ എരിവിനനുസരിച്ച് ഇപ്പോൾ ഞാൻ പച്ചമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വേണം. കറിവേപ്പില വേണം. പിന്നെ ഞാൻ ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുന്നതായിരിക്കും കാബേജ് തോരന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ബാക്കി കുറച്ച് ഐറ്റംസ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നാടൻ കറികൾ ഉണ്ടാക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് വളരെ നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായി ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നിൻ്റെ കളറ് മാറുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും സവോളയൊക്കെ ഇട്ട് വഴറ്റാം. ഉഴുന്നിടുന്നത് വളരെ നല്ല ടേസ്റ്റാണ് കാബേജ് തോരന്. ഉഴുന്ന് ഒത്തിരി കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് ബ്രൗൺ കളറൊന്നും ആയാൽ മതി. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിയുമ്പോൾ ഇച്ചിരി കുഞ്ഞായിട്ട് അരിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമ്മൾ കാബേജ് തോരൻ കടിക്കുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സവോള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു സവോളയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടുക. സവോള വഴറ്റിയതിന് ശേഷം നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ് കാബേജ് തോരൻ. ഇപ്പോൾ മൂടി തുറന്നു. ജസ്റ്റ് ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന്, ഒത്തിരി ഇടരുത്. കാരണം കളറ് ഒരുപാട് മഞ്ഞൾ കളറായിപ്പോയിട്ടുണ്ടെങ്കിൽ അഴുക്കാണ്. അതുപോലെ തെല്ലിൻ്റെ ഇതുണ്ടാവും. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് വിഷാംശങ്ങളൊന്ന് പോകാനും പിന്നെ കാബേജിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് നീളത്തിൽ അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും കൊത്തി അരിയരുത്. കൊത്തിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അവിഞ്ഞു പോകും. ഒരു നീളത്തിൽ സദ്യക്കൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതൊക്കെ നീളത്തിലാണ് അവരരിഞ്ഞു തരുന്നത്. അതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് നീളത്തിൽ നന്നായിട്ട് അരിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. കാബേജ് ഇച്ചിരി ഒന്ന് ചെറുതീയിൽ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൂടി തുറക്കുവാണ്. അല്ല, ഇതൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ കാബേജ് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 2 ദിവസത്തിനുള്ളിൽ കറി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കാബേജിനകത്ത് വെള്ളം കയറും. ടേസ്റ്റിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം, എന്നാലാണ് കാബേജ് തോരനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് എല്ലാം കൂടെ ഇതിൻ്റെ മേളിലോട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെക്കണം. അതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ആയിരുന്നു. നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം ഒത്തിരി ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. ശരിക്കും ഈ കളർ മതി കാബേജ് തോരന്. ചിലർ ഒരുപാട് മഞ്ഞൾ കൂടിപ്പോയി കഴിഞ്ഞ ശേഷം കറിക്കൊക്കെ ഉണ്ട് ആ ഒരു മഞ്ഞളിൻ്റെ ഒരു കുത്തൽ ചുമയ്ക്കും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിം എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കണം. ചിലർ ഈ കാബേജ് പിരിഞ്ഞ് കളയാറുണ്ട് വെള്ളം. അത് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ചിലർ അതിൻ്റെ ഗുണം ശരിക്കും പറഞ്ഞാൽ പോകും. കാബേജിൻ്റെ ഒക്കെ ഇതിനകത്തിരുന്ന് തന്നെ ഇതാകുന്നതായിരിക്കും. വെള്ളം പറ്റിക്കുന്നതായിരിക്കും. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ.
ഞാൻ എപ്പോഴും പറയാനുള്ള ഉപ്പിട്ട് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചില സൈഡിൽ ഉപ്പും ചില സൈഡിൽ ഉപ്പില്ലാതെ ഇരിക്കും. അപ്പോൾ ഈ വിഷു സദ്യക്ക് ഒരു തോരൻ ശരിക്കും പറഞ്ഞാൽ കാബേജിനാണ് സദ്യയിൽ ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നത്. 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിലർ ഇതിനകത്ത് വറ്റൽമുളക് ചേർക്കാറുണ്ട്. അത് ഇടുന്നവർ ചില സ്ഥലങ്ങളിൽ വറ്റൽമുളകൊക്കെ ഇട്ട് കാബേജ് തോരൻ വെക്കാറുണ്ട്. കട്ടിയുള്ള പാത്രം ഫ്രൈ പാനിലായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വഴിയില്ല. അതേ സമയത്ത് കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ കട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിക്ക് പിടിക്കും, കരിഞ്ഞു പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് തീയുടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാബേജ് തോരൻ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം വിഷുവിന് എല്ലാവരും ഉറപ്പായിട്ടും കാബേജ് തോരൻ ട്രൈ ചെയ്യുക. സദ്യയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാബേജ് തോരൻ റെഡി ആയിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് അറിയിക്കുക. എന്നാലാണ് എനിക്ക് എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്കറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സും എഴുതി അയയ്ക്കുക. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.